ഹലോ ഗൈസ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ പൂരം എക്സിബിഷനിലെ ISRO പവനിയിലത്തെ കാഴ്ചകളാണ്. വെൽക്കം ടു ശ്രീലങ്കം വ്ളോഗ്സ്. ഇവിടെ എൻട്രൻസിന്റെ ഇടതുവശത്തായിട്ട് ISRO ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ എല്ലാം ഫുൾ ഡീറ്റെയിലിംഗ് ഇവിടെ കാണാം. പ്രദർശന ഹാളിന്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ കുറച്ചൊരു ഡാർക്ക് തീമിലാണ് ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പ്രദർശന ഹാളിന്റെ ഉൾവശം ഇതുപോലെയാണ്. ഇവിടെ ISRO ഉപയോഗിക്കുന്ന നിരവധി ലോഞ്ചിങ് വെഹിക്കിൾസ്, റോക്കറ്റുകൾ, ഇതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാം. അതുപോലെ ശ്രീഹരിക്കോട്ടയിൽ 100 ലോഞ്ച് കംപ്ലീറ്റ് ആയതിൻ്റെ എല്ലാം അഭിമാനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെക്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു സ്ക്രീനിൽ ഈ ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ടുള്ള ദൗത്യങ്ങളുടെ എല്ലാം വീഡിയോ കാണാം. ഇവിടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓരോ ലോഞ്ച് വെഹിക്കിളിൻ്റെയും പേരിനോടൊപ്പം അത് എത്ര തവണ വിക്ഷേപിച്ചു, എത്ര പ്രൊപ്പൽഷൻ സ്റ്റേജുകളുണ്ട്, എന്തായിരുന്നു പർപ്പസ്, അങ്ങനെ കുറേയധികം ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നേരത്തെ കയറി വരുമ്പോൾ എൻട്രൻസിൽ കണ്ട ISROയുടെ ലൂണാർ കോളനി എന്ന മിഷൻ്റെ ആ ഒരു ചിത്രീകരണമാണ്. ഇതൊരു 3D രീതിയിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനെ ഇറക്കുക എന്നുള്ള ഒരു ഫ്യൂച്ചർ മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇമേജിനറി കോൺസെപ്റ്റ് പോലെയാണ് ഈ ഒരു 3D മോഡലിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ മനുഷ്യൻ ഇറങ്ങുന്നതും അവരുടെ ലോഞ്ച് വെഹിക്കിൾസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി എപ്രകാരം കാണും എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ 2047 സ്പേസ് വിഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ BAS, അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ്, ചാന്ദ്രയാൻ 4, ഇതിനൊക്കെ പറ്റിയിട്ടാണ്. ഇതിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ആര്യഭട്ട, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേര് ആര്യഭട്ട എന്നായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, ആര്യഭട്ടൻ ആരായിരുന്നോ ആളുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS. അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെ ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള ആ ഒരു സ്പേസ് സ്റ്റേഷനെയാണ് ഈ ഒരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ BAS എന്ന് പറയുന്നത്. ഇവിടെ ചാന്ദ്രയാൻ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3, ഇങ്ങനെ 3 മിഷൻസ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ, ചാന്ദ്രയാൻ 4ന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള മിഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും BAS, അതായത് ഭാരതീയ ബഹിരാകാശ നിലയത്തിന്റെ വിഷ്വൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീനിൽ ഇതിന്റെ വീഡിയോ ഡെമോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ബഹിരാകാശ നിലയം. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്ററോളം മുകളിലായിരിക്കും ഭ്രമണം ചെയ്യുക. ഇത് വിക്ഷേപിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ് അഥവാ NGLV എന്ന് പറയുന്ന ഒരു റോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സ്പേസ് സ്റ്റേഷന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ലോഞ്ച് 2028 കൂടിയും 2035 കൂടി ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയിട്ടും സക്സസ്ഫുള്ളി ഫിനിഷ് ആവും എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ കാണുന്നത് സ്പേസ് ഡോക്കിംഗ്, അൺഡോക്കിംഗ് ടെക്നോളജി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്പേഡെക്സ് മിഷന്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇതവിടെ ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസിന്റെ ഡെമോൺസ്ട്രേഷനും ഡീറ്റെയിൽസും അതിന്റെ ടെക്നോളജികളൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഈ കാണുന്നത് PSLV 4, അതായത് POEM എന്നറിയപ്പെടുന്ന മിഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് തന്നെ ഞാനതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ISROയുടെ പ്രദർശനം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ രണ്ടാമത് പൂരം എല്ലാം കഴിഞ്ഞ് എക്സിബിഷൻ കാണാൻ കയറിയപ്പോഴാണ് ഈ പ്രദർശനം ഞാൻ കണ്ടത്. പിന്നെ ഈ ഒരു പ്രദർശനം കാണാനായിട്ട് സെപ്പറേറ്റ് ചാർജ് ഒന്നുമില്ല. ഈ കാണുന്നത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇവിടെ സൗരയൂഥത്തിന്റെ ഒരു വിഷ്വൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ഗ്രഹത്തിലും നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം. ഞാനിതിപ്പോൾ ഈ ഒരു വെയിറ്റ് സ്കെയിൽ ഇവിടെ കയറി നിൽക്കുകയാണ്. ഇവിടെ ഓരോ ഗ്രഹത്തിലും നമ്മുടെ വെയിറ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ഇപ്പം എൻ്റെ വെയിറ്റ് 78.5 ആണ്. ഇത് നെപ്റ്റ്യൂണിലാണെങ്കിൽ 93.5 കിലോഗ്രാം ആണ്. മൂണിലാണെങ്കിൽ 13.4 ആണ്. ഇവിടെ വീനസിൽ 71.5 ആണ്. യുറാനസിൽ 72.3 ആണ്. ഇങ്ങനെ ഓരോ ഗ്രഹത്തിലും ഭാരം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് ഇവിടെ കാണാം. ഇവിടെ ISROയെ കുറിച്ചും സ്പേസ് സംബന്ധമായിട്ടും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രദർശനമാണിത്. ഇവിടെ ISROയുടെ ഗഗൻയാൻ ദൗത്യത്തെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് ആണ്. ഒരു ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമല്ല, അതിന്റെ ഡെമോ കാണാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ ഒരു സ്ക്രീനിൽ ഇതിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന മിഷൻ സാറ്റലൈറ്റ് വെഹിക്കിൾസ്, പിന്നെ അതിന്റെ നിരവധി സ്റ്റേജുകൾ എങ്ങനെയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ്, അതിൽ പങ്കെടുക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്.
നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സ്പേസ് പ്രൊജക്റ്റുകളെ പറ്റിയിട്ടും മിഷനുകളെ പറ്റിയിട്ടൊക്കെ വളരെ ക്ലിയർ കട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ISROയുടെ ഈ ഒരു എക്സിബിഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.